അതുകൊണ്ട് ശങ്കരാചാര്യരെ പറ്റി ഇന്ന് അദ്വൈതം പറയുമ്പോൾ ശ്രീനാരായണ അരിയറൊക്കെ പറയാറുണ്ട്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞിരുന്നുവെങ്കിലും വർണ്ണവ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് തെറ്റി. അദ്ദേഹത്തിനല്ല തെറ്റിയത്, നിങ്ങൾക്കാണ്. ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ നിങ്ങൾക്ക് വർണ്ണവ്യവസ്ഥ അവസാനിക്കുകയാണെങ്കിൽ. അംബേദ്കർ പറഞ്ഞതുപോലെ എവേ ഫ്രം ദ ഹിന്ദുസ്, ഹൈന്ദവ മതത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു തിയറി ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. ഭാരതത്തിലെ ദളിതൻ ഒരക്ഷരം മിണ്ടിക്കൂടാ. ഭാരതത്തിലെ ദളിതൻ അവന് വേണ്ടതായ ന്യായം പറഞ്ഞുകൂടാ എന്ന ഇതേ വായ് കൊണ്ട് തന്നെ ഗുരു ഗോൽവാക്കർജിക്ക് പറയണമെങ്കിൽ ആ വ്യക്തിത്വമില്ലാത്തതിന്റെ പ്രശ്നം. മുക്തി പ്രാപിക്കാൻ വേണ്ടി ഏകമാർഗ്ഗമേ ഉള്ളൂ. അതിനെപ്പറ്റിയാണ് ഇനി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുക. വീഡിയോ ഈ പ്രോഗ്രാമിൽ മാത്രമല്ല, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ഹൈന്ദവ സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ള ഏക കാര്യമേ ഉള്ളൂ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ ഏക നാമമേ ഉള്ളൂ രക്ഷിക്കപ്പെടുവാൻ. അത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്കും പരിവർത്തനം, നിങ്ങൾക്കും അനന്തമായ രക്ഷ ദൈവം പ്രദാനം ചെയ്യും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് എല്ലാത്തിനെയും കാണിക്കാൻ വേണ്ടിയുള്ള ഹീബ്രു പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ആകാശവും ഭൂമിയും എന്ന് പറയുന്നതായ ഈ പറയുന്നത് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധേയമായിട്ട് കൃത്യമായിട്ട് കാണാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ. കർമ്മ എന്ന് പറഞ്ഞൊരു നിയമമുണ്ടെങ്കിൽ നിയമമില്ല. ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ നിയമവും, ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമമുണ്ടെങ്കിൽ ആ നിയമവും, എല്ലാ അധികാരങ്ങളും വാഴ്ചകളും എല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ്. അവൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് ഇവിടുത്തെ ഓരോ നിയമങ്ങളും ഓരോ അധികാരങ്ങളും എല്ലാമായിരിക്കുന്നതെന്ന് എത്ര വ്യക്തമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വളരെ കൃത്യമായിട്ട് പറയുന്നു, ബൈബിൾ പറയുന്നു, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അനന്തമായി ആദിയില്ലാതിരിക്കുന്ന നിത്യതയിൽ മാത്രമുള്ള ഒരേ ഒരു അസ്തിത്വമേ ഉള്ളൂ, അത് ദൈവമാണ്. അല്ലാത്തതിനെല്ലാം ആരംഭം കൃത്യമായിട്ട് ഉണ്ട്. ഇതൊരു കാതലായ വ്യത്യാസമാണ്. അന്ന് മാത്രമല്ല, ആ ദൈവം ആരാണ്? ആ ദൈവം ഏകാന്തതയിൽ കഴിയുന്ന ഒരു ബ്ലോക്കല്ല. ആദിയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്ന വണ്ണം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നത്, അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിത്യമായി പ്രമോദമായിരുന്ന സ്നേഹമായിരുന്ന ദൈവം, ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഷെയർ ചെയ്യാനും കഴിയുന്ന ത്രിയേക ദൈവം. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന് 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന? ഇതിന് ഒരു ഹ്യൂമൻ ഉദാഹരണമില്ല. ഒരു ഹ്യൂമൻ ഉദാഹരണം ഇല്ല. കാരണം നമുക്ക് കാണുന്ന ഉദാഹരണങ്ങൾ മുഴുവൻ സമയത്തിനും കാലത്തിനും ഉള്ളിലുള്ള ഉദാഹരണങ്ങളാണ്. എങ്കിൽ പോലും ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഉദാഹരണം നമുക്കൊന്ന് ചെറുതായിട്ടൊരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ത്രിയേകത്വത്തിൻ്റെ ഉദാഹരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പറയുകയാണ്. നമുക്കറിയാം, നീളം, വീതി, ഉയരം, ഇത് 3ഉം കൂടിയാണ് ഒരു ഡൈമെൻഷൻ വരുന്നത്. ഇതിൽ ഉയരമില്ലെന്ന് ചിന്തിക്കാം. നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അവിടെ 1 ചതുരം 1 ആണ്, 2 ചതുരം 2 ആണ്, 3 ചതുരം 3 ആണ്, 4 ചതുരം 4 ആണ്. ഇനിയും അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര ചതുരമുണ്ട്? 4 ചതുരം ഉണ്ടെങ്കിൽ 4 ചതുരം. ഇനി ഒരു ഡൈമെൻഷനൂടെ നമ്മൾ കൂട്ടുന്നു, ഉയരം കൂട്ടിയപ്പോൾ അതെന്തായി? ക്യൂബായി. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര ചതുരമുണ്ട്? നിങ്ങൾ പറയും 6.
6 ചതുരമുണ്ടോ? അപ്പോൾ 6 വസ്തുക്കളല്ലേ? 6 വസ്തുക്കളല്ല, ഒരു വസ്തുവേ ഉള്ളൂ, ക്യൂബ്. അതെങ്ങനെയാണ് ശരിയാന്ന്? ഉയരം കണ്ടിട്ടില്ലാത്തതായ ഒരു മനുഷ്യൻ നമ്മളോട് പറയും, നിങ്ങൾ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്, 6 സ്ക്വയർ എന്നും 6 സ്ക്വയറാണ്, 6 സ്ക്വയർ ഒരിക്കലും ഒരു ക്യൂബ് ആകാനായിട്ട്, ഒന്നാകാനായിട്ട് കഴിയുന്നില്ല. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു ഡൈമെൻഷനൂടെ ആഡ് ചെയ്തപ്പോൾ ആ ഒരു വസ്തുവിൻ്റെ സങ്കീർണത കൂടി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉദാഹരണം തൃത്വത്തിൻ്റെ ഉദാഹരണമായിട്ടല്ല ഞാൻ പറയുന്നത്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപമയായിട്ട് മാത്രമാണ്. എങ്കിൽ സ്ഥലത്തെയും കാലത്തെയും അതിജീവിക്കുന്ന, ഇതിനെല്ലാം ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള, അതീതനായിട്ടുള്ള ദൈവം ത്രിയേകനാണ് എന്ന് പറയുന്നത് യുക്തിപൂർവമാണ്. യുക്തിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അത് യുക്തി വിരുദ്ധമാകുന്നില്ല, അത് യുക്തിപൂർണമായ ബൈബിൾ വിശ്വാസമാണ്. അവിടെ നമ്മൾ ചട്ടമ്പി സ്വാമിയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്തു മതചേതനം അധ്യായം 1. ഞാൻ എല്ലാ അധ്യായത്തിൽ നിന്നും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന 1-2 ചോദ്യങ്ങളാണ്. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ പുസ്തകത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും. ഇനി ഞാൻ 1-2 ചോദ്യം മിസ്സായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ട രേഖപ്പെടുത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1-2 ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് 3-4 എല്ലാ അധ്യായത്തിൽ നിന്ന് 1-2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്. കൃത്യനിമിത്തം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, യെശയ്യാവ് 43:7 പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ മഹത്വത്തിന് വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മഹത്വം സൃഷ്ടിയിലായിരുന്നുവെങ്കിൽ ദൈവത്തിനില്ലായിരുന്നല്ലോ. ദൈവം അപ്പോൾ സൃഷ്ടിയിൽ ആശ്രിതനല്ലേ? ദൈവത്തിൻ്റെ മഹത്വം എന്താ? അതിന് ഉത്തരം പറയാൻ തന്നെ വരുന്നത് ദൈവത്തിൻ്റെ മഹത്വം എന്താ? മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിൻ്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണമേ. പുറപ്പാട് 33:18-19. അവിടെ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തോണ്ട് അവിടെ കരുണ, കൃപ, നീതി, ന്യായം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനവനായ എൻ്റെ തേജസ്സായി കണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് എന്താ? കൃപയും സത്യവും മനുഷ്യനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണല്ലോ കൃപ. അർഹിക്കാത്ത സ്നേഹമാണ് കൃപ. ഈ സ്നേഹം ദൈവത്തിന് സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ത്രിയേക ദൈവമല്ലേ? ത്രിയേക ദൈവം തൻ്റെ സ്നേഹം പകർന്നു തരുവാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഒരു മനുഷ്യ ഉപമയെടുക്കാം. ഒരപ്പനും അമ്മയ്ക്കും 2 മക്കളുണ്ട് എന്ന് ചിന്തിക്കുക. 2 മക്കളുണ്ട്. അവർ 3ാമതൊരു കുഞ്ഞിനെയും കൂടെ അവർക്ക് കുടുംബത്തിലേക്ക് വന്നു. 2 മക്കൾക്ക് കുറവുണ്ടായിട്ടാണോ 3ാമത്തെ കുഞ്ഞ് വന്നത്? അല്ലെങ്കിൽ ഒരു മകന് കുറവുണ്ടായിട്ടാണോ 2ാമത്തെ കുഞ്ഞ് വന്നതാ? ഏതപ്പനും അമ്മയും, നിങ്ങളിവിടെ അപ്പനും അമ്മമാരായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ, ഏതെങ്കിലും അപ്പനും അമ്മയും എഴുന്നേറ്റ് പറയട്ടെ, 2 മക്കൾക്ക് കുറവുണ്ടായത് കൊണ്ട് 3ാമതൊരു കുഞ്ഞിനെ കൂടെ വരണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. 3ാമത് ഒരു കുഞ്ഞൂടെ വന്നു കഴിഞ്ഞപ്പോൾ പൂർത്തിയായി. അപ്പം 4ാമതൊരു കുഞ്ഞ് വന്നാലോ? പ്രിയ സ്നേഹിതരെ, സ്നേഹത്തിൽ ഈ ചോദ്യമില്ല. സ്നേഹത്തിൽ ഈ ചോദ്യം അസംബന്ധമാണ്. ദൈവത്തിൻ്റെ മഹത്വം സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു. അതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയാൻ വേണ്ടി മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അല്ലായിരുന്നു നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ പ്രശ്നമുണ്ടാകുമായിരുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാര്യത്തിന് വേണ്ടി അല്ല നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ നമ്മൾ നശിച്ചു പോയെങ്കിൽ നശിച്ചു പോട്ടെന്ന് പറയും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നമ്മൾ നശിച്ചു പോയപ്പോഴും തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ആ സ്നേഹം തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുറവല്ല,
അത് സൃഷ്ടിയുടെ ഏറ്റവും വലിയ മഹത്വമാണ്. അതുകൊണ്ടാണ് നമുക്ക് 101% ഉറപ്പ് തരാം, ഞാൻ മരിച്ചാലും നമ്മളിരിക്കുന്ന ഏവരും മരിച്ചാലും നമ്മൾ ഒരു നാൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കാരണം നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അത് ഒരിക്കലും കുറവല്ല. ഇത് ചട്ടമ്പിസ്വാമിയുടെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, സൃഷ്ടിയില്ലെന്ന് വന്നപ്പോഴല്ലേ ദൈവത്തിന് ഡൂവർഷിപ്പ് വന്നത്, ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത്? അതിനു മുമ്പ് ദൈവത്തിന് ഡൂവർഷിപ്പ് ഇല്ലല്ലോ. ഡൂവർഷിപ്പ് ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15:26, ആത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ആത്മാവും പുത്രനും പിതാവും പരിശുദ്ധാത്മാവും പരസ്പരം ഡൂവർഷിപ്പ് ഉള്ളവരാണ്. ഡൂവർഷിപ്പ് സൃഷ്ടിയിലൊന്നും ദൈവം അയച്ചതല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 6 മുതൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ ചില പ്രവൃത്തികൾ ഭൂമിയിൽ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ മുമ്പിൽ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ ലോകം സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ഡൂവർഷിപ്പിൻ്റെ പ്രശ്നം എവിടെ വരുന്നത്? നമ്മൾ മുമ്പ് നിശ്ചയിച്ചു. ഡൂവർഷിപ്പിന് പ്രശ്നം വരുന്നത് ഹിന്ദുസത്തിലാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കട്ടെ, എല്ലാവരും മുക്തി പ്രാപിച്ചു. പിന്നെ ബ്രഹ്മാവിന് എന്ത് ഡൂവർഷിപ്പാണുള്ളത്? ബ്രഹ്മാവ് സൃഷ്ടിക്കുക, കർമ്മം വേണം സൃഷ്ടിക്കണമെങ്കിൽ. എല്ലാവരും മുക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഡൂവർഷിപ്പ് കഴിഞ്ഞു. വിഷ്ണുവിൻ്റെ ഡൂവർഷിപ്പും തദേവ. ശിവൻ്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട, കാരണം താണ്ഡവം ചെയ്യാൻ വേണ്ടിയാണ്. താണ്ഡവം ചെയ്യാൻ ഇനി ഒന്നുമില്ലല്ലോ. ഡൂവർഷിപ്പിൻ്റെ പ്രശ്നമുള്ളത് നിങ്ങൾക്കാണ്, ഡൂവർഷിപ്പിൻ്റെ പ്രശ്നമുള്ളത് ഞങ്ങൾക്ക് അല്ല. നിങ്ങളുടെ ദൈവമാണ് ആശ്രിതൻ, ഞങ്ങളുടെ ദൈവം ആശ്രിതനല്ല. ഞങ്ങളുടെ ദൈവം സ്നേഹമാണ്. അത് മാത്രമല്ല, അടുത്ത ചോദ്യം, ചട്ടമ്പിസ്വാമിയുടെ അടുത്ത ചോദ്യം, മെറ്റീരിയൽ കോസ്. നിങ്ങൾ പറയുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും വരാനായിട്ട് സാധ്യമല്ല. അത് സംഭവിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും വരാനായിട്ട് സാധ്യമല്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന അങ്ങനെയല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു എന്നാണ്. ഒരു കോസ് ഉണ്ട്, ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ വന്നു എന്നല്ല പറയുന്നത്, ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ പദപ്രയോഗം നമ്മൾ നോക്കണം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, വചനം മുഖാന്തരമാണ്. ഒരു മെറ്റീരിയലും ഇല്ലാതെ, ഒരു വസ്തുവുമില്ലാതെ നിങ്ങൾക്ക് ഒരു പുതിയ സംഭവം ചിന്തിക്കാനായിട്ട് ഒക്കും. ഇപ്പം നമുക്കൊരു പുതിയ രീതിയിലുള്ളൊരു കാറ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എലോൺ മസ്കും ടെസ്ലയുമൊക്കെ ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അന്ന് അവർ ചിന്തിച്ചിരുന്നത്. ആരും അന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്തതായി ചിന്തിക്കുക. പക്ഷെ ചിന്തിക്കാനേ ഒക്കുകയുള്ളൂ. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ മനുഷ്യന് മെറ്റീരിയൽ വേണം. എന്നാൽ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാമെങ്കിൽ, അന്ന് വരെ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാമെങ്കിൽ, സാക്ഷാൽ വചനമായിരിക്കുന്ന ദൈവം അവന് ചിന്തിക്കുക മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും ആ വചനത്തിന് ഉണ്ട്. അതുകൊണ്ട് ചട്ടമ്പിസ്വാമിയുടെ ചോദ്യത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മ വരികയില്ല, തനിയെ വരികയില്ല. പക്ഷെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ വചനപ്രകാരം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ചട്ടമ്പിസ്വാമി ഇവിടെ ചോദിക്കുന്ന വേറെ ചോദ്യങ്ങളുണ്ട്. ദൈവത്തിന് മറ്റൊരു അങ്ങനെ ദൈവത്തിനെല്ലാം സൃഷ്ടിക്കാമെങ്കിൽ ദൈവത്തിന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാമോ? സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ആരംഭം ഉള്ളതൊന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആരംഭമില്ലാത്ത എന്താണ്? അനന്തമായുള്ളത് ദൈവമാണ്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? അപ്പം ആരംഭമില്ലാത്തവനാണ് ദൈവം. അപ്പോൾ ഇത് യുക്തിരഹിതമായ ചോദ്യമാണ്, ലോജിക്കൽ കോൺട്രഡിക്ഷനാണ്. അല്ലാതെ ഇതൊരു പ്രസക്തമായ ചോദ്യമേ അല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, ആദ്യ സൃഷ്ടി. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ അധ്യായത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ആ ദൈവം ആദാമിനെ ഹവ്വയെയും എന്തിനാണ് സൃഷ്ടിച്ചത്? അവർക്കെന്തിനാണ് ദൈവം ജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന് എന്തായിരുന്നു പ്രശ്നം? ആ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചാൽ എന്തായിരുന്നു അവരുടെ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം എങ്ങനെയാണ് സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്? നമ്മൾ പറഞ്ഞു വചനം കൊണ്ടാണ്. വചനം മുഖാന്തരമാണ് ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച് ദൈവം എല്ലാത്തിനെയും നല്ലതെന്ന് കണ്ടു.
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നോക്കുകയാണെങ്കിൽ 7 പ്രാവശ്യം അവിടെ നല്ലത് 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 എന്ന് 28 വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കണം, വളരെ ചുരുക്കമായിട്ടാണ് സൃഷ്ടി വിവരണം പറഞ്ഞിരിക്കുന്നത്. ആ സൃഷ്ടി വിവരണത്തിൽ തന്നെ 7 പ്രാവശ്യം ആവർത്തിച്ച് നല്ലതെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം 31-ാം വാക്യത്തിൽ സകലവും നല്ലത്, വളരെ നല്ലത് എന്ന് ദൈവം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം ഒന്നുമില്ലായ്മ, സൃഷ്ടിയെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ സൃഷ്ടിക്ക് പുരോഗമിക്കണമെങ്കിൽ എന്തു വേണം? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും നിലനിൽക്കണം, ഇല്ലേ? കാരണം ഈ വചനമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. നമുക്കൊന്നും സ്വന്തമായിട്ടൊരു ആശ്രിത്വമില്ല. ദൈവവചനം ക്രിസ്തു എന്നെ നിലനിർത്തുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ആശ്രിത്വമില്ല, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവനാണ്. ഒന്നുമില്ലായ്മയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വചനം എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇല്ലാതെയുമായി പോകും. അങ്ങനെ വരുമ്പോൾ സൃഷ്ടിക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നാൽ മാത്രമേ ഇതിനൊരു പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സൃഷ്ടിക്ക്, അന്ന് വരെ ഉണ്ടായിരുന്ന സൃഷ്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു പശുവിനും മൃഗത്തിനും ചെടിക്കുമൊന്നും അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ സൃഷ്ടിക്കെല്ലാം മകുടമായിട്ട് സൃഷ്ടിക്കും ദൈവത്തിനും മധ്യേ ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചു. അതാണ് മനുഷ്യൻ. ആദമിനെയും ഹൗവയും അവർക്ക് തീരുമാനമെടുക്കാം, വചനത്തിൽ നിൽക്കണോ വചനത്തിൽ നിൽക്കണ്ടായോ, അവർക്ക് തീരുമാനമെടുക്കാം. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ശപിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കണോ വേണ്ടായോ എന്ന് തീരുമാനമെടുക്കാൻ ഈ സൃഷ്ടിയിൽ ഏക കൂട്ടർക്കേ കഴിയുള്ളൂ. അവിടെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിനും ഈ സൃഷ്ടിക്കും മധ്യേയുള്ള ഏക സ്വരമാണ്. നമുക്കപ്പോൾ തീരുമാനമെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്ന ആദാമിനെ ഹൗവയും ദൈവം സൃഷ്ടിച്ച് അവർക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി ഈ ഒരു വൃക്ഷവും ഉണ്ടാക്കി. ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവം എല്ലാ കാലത്തും മനുഷ്യൻ ജ്ഞാനം സമ്പാദിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. ശലോമോൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ശലോമോൻ ജ്ഞാനം ചോദിച്ചപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചു. സദൃശ്യവാക്യത്തിൽ ദൈവം പറയുന്നത്, നിങ്ങൾ ജ്ഞാനം അന്വേഷിപ്പീൻ, അതിനെ എല്ലാത്തിനും മീതെ കരുതുവീൻ. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ ദൈവമഹത്വത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജ്ഞാനമാണ്. മറിച്ചൊരു ജ്ഞാനമുണ്ട്, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ആ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവ അടിസ്ഥാനത്തിലുള്ള ജ്ഞാനമല്ല, മനുഷ്യൻ സ്വയമേ കണ്ടുപിടിക്കാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയാശ്രിതനായിട്ട് ഉള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ സിമ്പലാണ് ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നതായ നന്മതിന്മകളുടെ വൃക്ഷം. ദൈവത്തെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ദൈവത്തെ പോലെ എന്ന് പറയുന്നത് ദൈവം ആശ്രിതനല്ല, നമ്മളെല്ലാവരും ആശ്രിതരാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ആദം ഹൗവമാരുടെ ശ്രമമാണ്. ആ ശ്രമത്തിന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമാണ് ആ വൃക്ഷം. അല്ലാതെ ആദം ഹൗവമാർ വിഡ്ഢികളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. അവർ അഗ്രികൾച്ചർ ചെയ്യണം, അവരെ തോട്ടം സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചു. അപ്പോൾ അതിനുള്ള ജ്ഞാനം അവർക്ക് വേണം. മൃഗങ്ങളെപ്പറ്റിയും പറവകളെപ്പറ്റിയും പക്ഷികളെപ്പറ്റിയൊക്കെ പേരിട്ടത് ആദമാണ്. അപ്പോൾ അതിന് ജ്ഞാനം വേണം. ഹൗവയെ കണ്ടപ്പോൾ കാവ്യം എഴുതിയത് ആദമാണ്. അപ്പോൾ അതിനുള്ള ജ്ഞാനവും വേണം. ഈ ജ്ഞാനത്തോടു കൂടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജ്ഞാനം വേണോ, ദൈവത്തെ ആശ്രയിക്കാതെ ജ്ഞാനം വേണമോ എന്നൊരു തീരുമാനം എടുക്കാൻ കൊടുത്തു. പക്ഷേ ദൈവത്തെ ആശ്രയിക്കാതെ ജ്ഞാനം പോയാൽ എന്താ പ്രശ്നമെന്നറിയാമോ? നമ്മളെന്താ നിശ്ചയിച്ച ഇതുവരെ പറഞ്ഞെന്താ? നമ്മുടെ എല്ലാം ജീവൻ്റെ ആസ്തിത്വം ഇടാ. നമുക്കൊന്നും സ്വയമായിട്ട് ആസ്തിത്വമില്ല. നമ്മുടെ എല്ലാ ആസ്തിത്വം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഈ വചനം, ദൈവവചനമായ ജീവൻ്റെ ആസ്തിത്വമായ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? മരണം. പിന്നെ നമുക്ക് ജീവനില്ല.
അതാണ് ദൈവം പറഞ്ഞത്, ഇത് തിന്നുന്ന നാളിൽ നീ സ്വയമായിട്ട് നിന്റെ ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി എന്നിൽ നിന്ന് അകന്നു പോയാൽ നിശ്ചയമായിട്ടും നീ മരിക്കും. നിനക്ക് സ്വന്തമായിട്ട് ആശ്രിതമില്ല. നമ്മൾ ആശ്രിതരാണ്, ദൈവാശ്രിതരാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമേ നമുക്കെല്ലാം കഴിയാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി ചോദിക്കുന്നത് പോലെ അല്ല ഇവിടെ ദൈവ ആശ്രയം വേണോ, ദൈവ ആശ്രയം വേണ്ടയോ എന്നുള്ളതാണ്. യഹോവ ഭക്തി ശരിയായ ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവ വിരോധം തെറ്റായ ജ്ഞാനത്തിൻ്റെ ആരംഭവുമാണ്. അത് മരണത്തിലേക്കുമാണ് നയിക്കുന്നത്. ദുർഗുണം. ഇവിടെ ചട്ടമ്പി സ്വാമി ബൈബിളിലെ യഹോവയെ വിമർശിക്കുകയാണ്. യഹോവ ദുർഗുണങ്ങളോട് കൂടിയവനാണ്, അതുകൊണ്ട് ദൈവമായിരിക്കാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം ഒരു 10-15 ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യത്തിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും 1-2 ചോദ്യങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ പറയേണ്ടത് ഒരു കാര്യമുണ്ട്. ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നിർഗുണമെന്നോ സൽഗുണമെന്നോ ദുർഗുണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏത് ഗുണം വന്നാലും ഗുണരഹിതനായിരിക്കണമെന്നാണ് ചട്ടമ്പി സ്വാമിയുടെ അഭിപ്രായം. ഗുണരഹിതനായിരിക്കണം. കാരണം ഗുണങ്ങൾ മുഴുവനുള്ളത് പ്രകൃതിയിലാണ്, ആത്മാവിലല്ല. അതുകൊണ്ട് ഏത് ഗുണം വന്നാലും ചട്ടമ്പി സ്വാമിക്ക് പ്രശ്നമാണ്. എങ്കിലും ചട്ടമ്പി സ്വാമി ഉയർത്തിയ വേറെ 2 ചോദ്യങ്ങൾക്ക് ഞാൻ ജലസ് ഗോഡ്. യഹോവ പറയുന്നത് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, അല്ലെങ്കിൽ അസൂയൻ തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ചട്ടമ്പി സ്വാമി പറയുന്നത് ഇത് വളരെ തെറ്റായിപ്പോയി, ദൈവത്തിന് ഇങ്ങനെ പറയാനായിട്ട് കഴിയുമോ? എന്താണ് ഇവിടുത്തെ തീഷ്ണത? ഈ പറയുന്നതിലെ തീഷ്ണത റൈവലാണ്. ഒരു റൈവല് ഭാര്യയും ഭർത്താവും നമുക്കതിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഭർത്താവും ഭാര്യയും ഒന്നായി കഴിഞ്ഞതിന് ശേഷം റൈവൽ ഉണ്ടാകാൻ സാധ്യമാണോ? റൈവൽ ഉണ്ടാകാൻ പാടില്ല. ഒരു റൈവൽ ആ ബന്ധത്തിൽ പിന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ അനാദിയായി ഏകമായി വസിക്കുന്ന ദൈവത്തിനൊരു റൈവൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സമ്മതിക്കാനായിട്ട് പോകുന്നത്? അതൊരു കറക്റ്റ് ഭർത്താവിന് ജലസി ഉണ്ടാകണമെങ്കിൽ ഭാര്യ ഭർത്താവിലും ഒരു റൈവൽ ഇനിയും ഇരിക്കാൻ അവർക്ക് അർഹതയുണ്ടെങ്കിൽ, അല്ല പത്തപ്പന്മാരുടെ മക്കളൊക്കെ ആണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഏക ഭർത്താവും ഏക ഭാര്യയുമുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ റൈവലില്ല എന്നുള്ള ഇതാണ് വരുന്നതെങ്കിൽ, പിന്നെ ദൈവത്തിന് ആസ്തിത്വത്തിൽ പോലും റൈവലില്ലാത്ത ദൈവത്തിന് നമുക്കൊരു റൈവൽ ഉണ്ടാക്കുന്നതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? അടുത്തൊരു ചോദ്യം, ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയത്. അത് വളരെ തെറ്റായിപ്പോയി. നിങ്ങൾ പോയിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ബൈബിൾ വാക്യങ്ങൾ പറയാം. ഏതാണ്ട് 20 പ്രാവശ്യം ഹൃദയം കഠിനമാക്കിയ കാര്യം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങളത് സീക്വൻസിലൊന്ന് എഴുതണം. എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കണം. ആദ്യത്തെ ഒരു 6-7 പ്രാവശ്യം ഫറോ സ്വന്തമായിട്ടാണ് ഹൃദയം കഠിനമാക്കിയത്. അവിടെ ഒന്നും ദൈവം കഠിനമാക്കിയെന്ന് പറയുന്നില്ല. ആ 6-7 പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ ഫറോ ഓൾറെഡി തീരുമാനമെടുത്തു, എൻ്റെ ഹൃദയം കഠിനമാക്കാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ഹൃദയം കഠിനമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, ഞാനും അതിന് യേശു പറഞ്ഞിരിക്കുന്നു, നീ കഠിനമാക്കിക്കൊള്ളാം. അവൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ വേണ്ടി ദൈവം അവനെ വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ദൈവം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ അനുവദിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഫറവോ ആദ്യം നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ആദ്യത്തെ 6-7 പ്രാവശ്യം ഇത് 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഇത് ബൈബിൾ സ്റ്റഡി എടുത്ത് കാണിച്ചാണ്. കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാവുന്നതാണ് വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. ആദ്യമേ സ്വയമായിട്ട് കഠിനമാക്കി. ആ കഠിനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ ഇച്ഛയാണ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ ഇച്ഛ തന്നെ ആയിക്കോട്ടെ എന്ന് ദൈവം ഫറവോനോട് പറയുകയാണ് ചെയ്തത്. അതിനും തെറ്റൊന്നും അവൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ലേ വേണ്ടത്. അതല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആഹാവിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും കട്ടിയുള്ളതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആഹാവിൽ തെറ്റിക്കുന്ന ആത്മാവിനെ വിട്ടു. ഈ ആഹാവിൻ്റെ ചരിത്രം വായിച്ചവർക്കൊന്നും ഇതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. കാരണം അതിനു മുമ്പ് ഏലിയാവ് വന്ന് ആഹാവിനോട് പറയുന്നുണ്ട്, നീ തിന്മയ്ക്ക് വേണ്ടി തന്നെ നിന്നെ വിട്ടവനാണ്. ആഹാബിന് കുറേ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരുടെ എന്താണ് ഏസ്മന്മാരാണ്. ആഹാബ് എന്ത് പറഞ്ഞാലും അതെ, കള്ളത്തരത്തിന് വേണ്ടി സ്വയമേ വിറ്റ പ്രവാചകന്മാരാണ് അവർ സ്വയമേ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ കള്ളത്തരത്തിന് വേണ്ടി ജീവിക്കും. അവർ സ്വയമേ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ കള്ളത്തരം മാത്രമേ പറയുകയുള്ളൂ. അപ്പം ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ. അവിടെയും ദൈവം അവരുടെ സ്വാതന്ത്ര്യം എന്തായിരുന്നോ ആ സ്വാതന്ത്ര്യത്തിന് അവരെ വിട്ടുകൊടുക്കുന്നതായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ്
ചട്ടമ്പി സ്വാമി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിയർ പോകുന്നുണ്ട് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞല്ലോ, വലിയ തെറ്റായിപ്പോയി. ഇദ്ദേഹം അതുവരെയുള്ള അധ്യായങ്ങളൊന്നും വായിച്ചില്ലേ? അതുവരെയുള്ള അധ്യായങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരെ കഠിനപ്പെടുത്തുകയാണ്, അവർക്ക് കൂലി കൊടുത്തിട്ടില്ല. അവസാനം വൈക്കോലും ആ ഇഷ്ടികയെല്ലാം ഉണ്ടാക്കുന്നതിന് മെറ്റീരിയൽ പോലും അവരുണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. കൂലി കൊടുത്തിട്ടില്ല. ഇന്നും നമുക്ക് പോയി കാണാവുന്നതാണ് ചില ഇതൊക്കെ. അതിനൊന്നും കൂലി കൊടുത്തിട്ടില്ല. അവസാനം ദൈവം എന്താ പറഞ്ഞത്? നിങ്ങളുടെ കൂലി മേടിച്ചുകൊണ്ടപ്പോ. ചെയ്ത ജോലിയുടെ അത്രയും വർഷം ചെയ്ത ജോലിയുടെ കൂലി മേടിച്ചുകൊണ്ടപ്പോ. അതിനകത്ത് എന്താ തെറ്റ്? അതിനകത്തൊരു ഗുണമുണ്ട്. ഗുണം എന്താണെന്നറിയോ? ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇസ്രയേലിനെ ഈജിപ്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്നും ഒരു വികാരം കാണും, ഇവൻ എൻ്റെ കൂലി തന്നിട്ടില്ല. അതെന്നും അവർക്ക് ഈജിപ്തിനെ പറ്റിയുള്ള ഒരു വിദ്വേഷത്തിന് ഇടയാവും. പക്ഷേ ഈ കൂലി മേടിച്ചുകൊണ്ട് പോയോണ്ട് എന്തായി? ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, ഇനിയും നീ അവനെ വെറുക്കാനായിട്ട് പാടില്ല, കാരണം നിനക്ക് കിട്ടാനുള്ളത് ഞാൻ മേടിച്ചു തന്നു. അപ്പോൾ ഇനിയും അവർക്ക് വെറുക്കാൻ കൂടെ അനുവാദമില്ലാതെ ദൈവം അയച്ച ന്യായാധിപനായ ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ചരിത്രം, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ക്രിസ്തു ചരിത്രം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദീർഘമായ അധ്യായം എന്ന് പറയുന്നത്. ഏറ്റവും, അതായത് ക്രിസ്തുവിനെ പറയാൻ വേണ്ടി പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പല ചോദ്യങ്ങളും നമ്മൾ MM അക്ബറിന് ബാക്കിയുള്ളവർക്കും മറുപടി കൊടുത്തതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാനായിട്ടായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സാധാരണ വിശ്വാസികൾക്കായ ഏതാർക്കും സംശയം തോന്നാമെന്ന അതിലെ ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നിയ ചോദ്യം, അതിന് ഞാൻ മറുപടി നൽകാനായിട്ട് പോവുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സർവ്വജ്ഞാനത്തെ പറ്റിയുള്ളതാണ്. ഇതിനകത്താണ് അദ്ദേഹം പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം, ആ നാളും തഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പം ചട്ടമ്പി സ്വാമി ചോദിക്കുന്നത്, ഇതല്ലേ നിങ്ങളുടെ സർവ്വജ്ഞാനി? നിങ്ങളുടെ സർവ്വജ്ഞാനിയല്ലേ പറയുന്നത് എനിക്കറിയത്തില്ല? അതെങ്ങനെയാണ് ശരിയാകുന്നത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നിങ്ങൾ മൗനമായിട്ട് ഒന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ യഥാർത്ഥ ദൈവമായിരിക്കുന്ന, അതായത് സൃഷ്ടിയൊന്നുമില്ലാത്തതായ ഒരു സമയമെന്ന് പറയാനില്ല, കാരണം അന്ന് സമയമില്ല. സൃഷ്ടിയൊന്നുമില്ലാത്തതായ നിത്യതയിൽ ദൈവം എന്താണ് അറിഞ്ഞിരുന്നത്? ദൈവം അറിഞ്ഞിരുന്നത് പിതാവ് പുത്രനെയും, പുത്രൻ പരിശുദ്ധാത്മാവിനെയും, പരിശുദ്ധാത്മാവ് പിതാവിനെയും പൂർണ്ണമായിട്ട് അറിഞ്ഞിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. അതല്ലേ ദൈവമായിരിക്കുന്ന അവസ്ഥയിലുള്ള അറിവെന്ന് നമുക്ക് പറയാവുന്നത്. ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിയോടുള്ള ബന്ധത്തെ നമുക്ക് പറയാവുന്നതായ കാര്യങ്ങളാണ്. ഒരിക്കലെങ്കിലും സുവിശേഷത്തിൽ ഒരിക്കലെങ്കിലും ഒരൊറ്റ മുറിവാക്യത്തിലെങ്കിലും ഈ അറിവ് ക്രിസ്തുവിനില്ലാത്തതായിട്ട് കാണിക്കാൻ ഒക്കുമോ? ഇല്ല. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേച്ചിരിപ്പിക്കുന്നു, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. പിതാവിനെ പൂർണ്ണമായിട്ട് എങ്ങനെ നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു പിതാവിനെ അറിഞ്ഞിരുന്നുവോ, അപ്രകാരം തന്നെ പൂർണ്ണമായി ദൈവത്തെ പറ്റിയുള്ളതായ ആ അറിവ് മനുഷ്യനായപ്പോഴും കർത്താവിനുണ്ടായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ രേഖപ്പെടുത്തി. ഫിലിപ്പോസ് അവനോട്, യോഹന്നാൻ്റെ സുവിശേഷം 14:6-8, ഫിലിപ്പോസ് അവനോട്, കർത്താവിനെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. യേശു അവനോട്, ഞാൻ ഇത്രകാലം നിന്നോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നതായ ആ ജ്ഞാനം സമ്പൂർണമായിട്ട് ക്രിസ്തു മനുഷ്യനായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം. ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീരാമന് സീതയെ
അഗ്നിശുദ്ധി നടത്തി. സീത എന്തിനാണ് അഗ്നിശുദ്ധി നടത്തിയത്, സർവജ്ഞാനി എന്തിനാണ് അഗ്നിശുദ്ധി നടത്തിയെന്ന് എനിക്കറിയില്ല, പോട്ടെ. സീതയെ അഗ്നിശുദ്ധി നടത്തി. സീതയെ അഗ്നിശുദ്ധി നടത്തി കഴിഞ്ഞപ്പോൾ ഉടനെ ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ട് പൂക്കൾ ഇങ്ങനെ ഇടുകയാണ്. എന്നിട്ട് അവിടെ ശ്രീരാമനും ബാക്കിയുള്ളവനും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ശ്രീരാമനോട് ചോദിക്കുന്നത് നീ ആരാണ്? ശ്രീരാമൻ പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ ഒരു മനുഷ്യനാണ്, ഇന്നാളുടെ മകനാണ്. അല്ല, ഞാൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ പരിചയപ്പെടുത്തി തരൂ, ഞാൻ ആരാണ് എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്നാണ് ശ്രീരാമൻ അവിടെ പറയുന്നത്. ഇത് പ്രശ്നമാണ്. ഇതാണ് യഥാർത്ഥത്തിലെ പ്രശ്നം, അല്ലേ? അവിടെയാണ് ബ്രഹ്മാവ് പറയുന്നത്, അയ്യോ അങ്ങനെയല്ല, നീ ദൈവമാകുന്നു, നീ ആകുന്നു പഴയ നാരായണൻ, നീ ആകുന്നു മറ്റേ എന്താണ് പറയുന്നത്, ഈ അവതാരങ്ങളായി എല്ലാം വന്നത് നീ തന്നെ ആകുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഇത് പ്രശ്നമാണ്. കാരണം ദൈവം ദൈവമാണ് എന്നും ദൈവം ദൈവമായിരിക്കുന്ന അവസ്ഥ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിനുള്ള വെല്ലുവിളിയാണ്. എന്നാൽ സൃഷ്ടിയോടുള്ളതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വില്ലാണ്. ദൈവം തൻ്റെ ഇച്ഛയാണ്. ആ ഇച്ഛ ചിലത് കർത്താവ് അറിയണ്ട എന്ന് താൻ മനുഷ്യനായി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ചപ്പോൾ ചില അറിവുകൾ ആ വില്ല് അറിയണ്ട എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അറിയണ്ട എന്ന് വെച്ചത് ഇതിൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് പറയാം. അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ജ്ഞാനം, ഈ 3 തരത്തിലുള്ള ജ്ഞാനം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലമാണ് 12-ാം വയസ്സ്. ആ 12-ാം വയസ്സിലെ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പോയിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നത്, ഞാൻ എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്താണോ? മാതാപിതാക്കൾക്ക് എന്തത്? അവരത് ഗ്രഹിച്ചില്ലെന്നാണ് പറയുന്നത്. അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഈ അറിവ് എല്ലാ കാലത്തും ജനനം മുതൽ മരണം വരെയും കർത്താവായ യേശു ക്രിസ്തുവിന് ആ ത്രിയേക ജ്ഞാനം, പിതാവിനെ പൂർണ്ണമായിട്ട് അറിയുന്നതും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് അറിയുന്നതുമായ ജ്ഞാനം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ജ്ഞാനം കൂടെ കാണാം, ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും അത് സമ്പാദിക്കുന്ന ജ്ഞാനം. അത് മനുഷ്യനെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവം തന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പിന്നെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്നത്, ഈ ജ്ഞാനം ഇവനെ എവിടെ നിന്ന് കിട്ടി? മൂന്നാമത്തേതാണ് പറയുന്നത്, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ, അത് ദൈവത്തിൻ്റെ വില്ലിനെ പറ്റിയുള്ളതാണ്. അവിടെയാണ് നാളും നാഴികയും പറ്റിയുള്ളത് അറിയണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചത്. അറിയണ്ട എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ശിഷ്യന്മാർ വന്ന് വീണ്ടും കർത്താവിനോട് ചോദിച്ചു, എന്നാണ് അത് സംഭവിക്കാനായിട്ട് പോകുന്നത്? കർത്താവ് വന്ന് അവരോട് പറയുന്നത്, ഇത് നിങ്ങൾ അറിയേണ്ട കാര്യം അല്ല. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. അപ്പോൾ ഇത് കർത്താവിന് അറിയാമായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നു. എന്താ പ്രശ്നം എന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 15:15 കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെന്നാണ് പറയുന്നത്, കാരണം ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് പറയാനായിട്ട് ഒക്കുകയില്ല. ശിഷ്യന്മാരുടെ നിമിത്തം താൻ ആ അറിവ് മനുഷ്യനായിരുന്ന സമയത്ത് ഒഴിച്ചു വെച്ചു. വില്ലാണ്. അല്ലാതെ ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ പിതാവിനെയും പുത്രനെയും ആ സർവജ്ഞാനം എന്നും ക്രിസ്തുവിനുണ്ടായിരുന്നു. ഇത് ചിലത് ഒഴിച്ചു വെച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇനി 100 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലരും അലസരായിട്ട് നടക്കും. 1000 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഇവരെയൊന്നും ഒരു മീറ്റിങ്ങിനും വിളിച്ചാൽ പോലും കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്കൊരു അലസതയായിരിക്കും ഉള്ളത്. പക്ഷേ കർത്താവ് എന്ന് വരുമെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ട കാര്യമേ. നമ്മൾ എന്നും ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് കൊണ്ട് അത് താൻ അറിഞ്ഞില്ല, വേണ്ട എന്ന് വെച്ചത് മാത്രമാണ്. ഇനി അടുത്തത് ചട്ടമ്പിസ്വാമിയുടെ ചോദ്യം അനുഗ്രഹമാണ്. ഇതിനെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നത്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചിലർ, നിങ്ങൾ പറയുന്നത് ഈ അവസ്ഥയിലും ചിലർ ക്രിസ്തുവിനൂടെ ആയിരിക്കും, പിന്നെന്തിനാണ് ഒരു ന്യായവിധി?
കേൾക്കുമ്പോൾ ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നും, പക്ഷെ ന്യായമല്ല. മനുഷ്യൻ എവിടെ ആയിരിക്കണമെന്നുള്ളത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനാണ് തീരുമാനമെടുത്തത്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം ആത്മാവ് മാത്രമല്ല. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് കൂടെ കൂടിയ ആണ് മനുഷ്യനല്ല. ആത്മാവ് മാത്രമായിട്ട് മനുഷ്യനായിട്ട് നമുക്ക് പറയാനേ സാധിക്കത്തില്ല. മനുഷ്യൻ ഈ ദേഹം വിട്ട് കഴിയുമ്പോൾ അവൻ എവിടെയായിരിക്കണമെന്നുള്ള തീരുമാനം അവൻ ഓൾറെഡി എടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്താൻ വേണ്ടി അവൻ വീണ്ടും ഒരു പുനരുദ്ധാനം വരികയും അവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം കൊടുക്കേണ്ടതിനും വേണ്ടി വീണ്ടും ഒരു ന്യായവിധി ആവശ്യമാണ്. എവിടെ പോകണമെന്നുള്ള കാര്യം മാത്രമേ അവൻ തീരുമാനം എടുത്തിട്ടുള്ളൂ. ബാക്കി പ്രവർത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നരകത്തിലും ആ വ്യത്യാസം വരാം, സ്വർഗത്തിൽ വ്യത്യാസം വരുന്നത് പോലെ തന്നെ. അപ്പോൾ എവിടെ പോകണം, എങ്ങനെ ആയിരിക്കണമെന്നുള്ളത്, എവിടെ പോകണമെന്ന് അവൻ നിശ്ചയിച്ചുവെങ്കിലും പ്രതിഫലം എന്ത് കൊടുക്കണം, അവൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ന്യായവിധിയുടെ ഇത് തന്നെ വരേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ പൈതങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്നാണ് ചട്ടമ്പി സ്വാമി ചോദിക്കുന്നത്. ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ അതേപോലെ ആവർത്തിക്കുന്നവരെ, ഞങ്ങളുടെ കർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു നിയമമല്ല. ഇത് ദൈവമാണ്, നീതിമാനായ ന്യായാധിപതിയാണ് അവിടെ ഇരിക്കുന്നത്. അവൻ ന്യായത്തോടുകൂടെ തന്നെ തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾക്ക് 100%. മനുഷ്യൻ ജന്മപാപമെന്ന് പറയുന്നത് ഗിൽട്ടല്ല, അവൻ്റെ അവസ്ഥയാണ്, ഡിപ്രാവിറ്റി ഒരു അവസ്ഥയാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചൂത് കളിച്ച് ഒരു പിതാവ് സകല സമ്പത്തും നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ജനിക്കുന്നവനും ദരിദ്രനായി ജനിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അവൻ പാപം ചെയ്യുമ്പോഴാണ് അവൻ കുറ്റക്കാരനാകുന്നത്. ഈ എല്ലാവരും ഡിപ്രാവിറ്റിയിൽ അവസ്ഥയിൽ ജനിക്കുന്നുവെങ്കിലും ഗിൽട്ടി ആകുന്നത് അവൻ ഓരോരുത്തരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ആ ഗിൽട്ടി ആകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ വന്നില്ല എങ്കിൽ നീതിമാനായ ദൈവം ന്യായപൂർവമായിട്ടുള്ള തീരുമാനം തന്നെ എടുക്കും. ആ ന്യായപൂർവമായിട്ടുള്ള തീരുമാനം ദാവീദിൻ്റെ വാക്കിൽ നമുക്ക് കാണാം, അവർ സ്വർഗത്തിൽ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇത് കർമ്മം ദൈവത്തിന് മീതെയുള്ളൊരു നിയമമല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമമാണ്. പശു പ്രകാരണം ഇത് അനിൽ സഹോദരന് കവർ ചെയ്യുന്നതാണ്. ഈ പശു എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണെന്നറിയോ? മനുഷ്യനെയാണ്. പശു എന്ന് പറയുന്നത് മനുഷ്യനെയാണ്. പശുവിന് മൃഗമെന്നും കൗവെന്നും നമുക്ക് അർത്ഥമാക്കാം. ഈ പശു പ്രകാരണം എന്താ ചട്ടമ്പി സ്വാമി പറയുന്ന മനുഷ്യ സൃഷ്ടിയുടെയാണ്. മനുഷ്യ സൃഷ്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം ചോദിക്കുന്ന, നോക്കണേ, അവരുടെ മനുഷ്യ സങ്കല്പം എന്ന് പറയുന്ന പശുവും നമ്മുടേത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് വന്ന് നമ്മുടെയൊക്കെ ചോദ്യം ചെയ്യാൻ അദ്ദേഹമൊക്കെ ധൈര്യപ്പെടുത്തല്ലോ എന്നാണ് നമ്മൾ അതിശയിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം ജീവശ്വാസം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഊതി. അപ്പോൾ ആത്മാവെന്ന് പറയുന്ന അതല്ലേ? ആത്മാവെന്ന് പറയുന്ന അതാണെന്ന് പറഞ്ഞിട്ടില്ല. ജീവനുള്ള ദേഹിയായിട്ട് തീർന്നത് അത് ആത്മാവും ജഡവും ദേഹവും ദേഹിയും ആത്മാവും തമ്മിലുള്ളതാണ്. ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ദൈവം വിഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്ന അവർക്ക് ശ്വാസമില്ലല്ലോ എന്ന് ഹബക്കൂക്ക് പറയുന്നുണ്ട്. കാരണം ഈ പ്രാണപ്രതിഷ്ഠ നമ്മൾക്കറിയാം. അയോധ്യയിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഇനോഗ്രേറ്റ് ചെയ്ത് അറിയാം. അമ്പലം തീർന്നില്ലെങ്കിലും പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്തു. പ്രാണപ്രതിഷ്ഠ അത് അഭിഷേകം, ഒരർത്ഥത്തിൽ അഭിഷേകമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ ആത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ ഊതിയത്. അതാ വിഗ്രഹം. അനിൽ സഹോദരൻ അത് കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇമേജാണ്, ഒരർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ ഇമേജാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ ഇമേജിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് ദൈവം അവിടെ ചെയ്തത്. യഥാർത്ഥ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഒരേ ഒരു ഇമേജ് ഈ ലോകത്തിലുള്ളത് നമ്മളാണ്. അല്ലാതെ അത് ആത്മാവിനെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, മനുഷ്യനെ വേർതിരിക്കുന്ന അവസ്ഥ, പ്രാണപ്രതിഷ്ഠ ചെയ്ത് വേർതിരിച്ച അവസ്ഥയാണ് ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ആ ഒരു ശരിയല്ല. അടുത്ത ചോദ്യം അദ്ദേഹത്തിൻ്റെ മൃഗാദി. ഇത് മറ്റ് മൃഗങ്ങളെ പറ്റിയുള്ളതാണ്. മറ്റ് മൃഗങ്ങൾക്ക് ആത്മാവില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത്? മറ്റ് മൃഗങ്ങൾക്ക് വികാരമുണ്ടല്ലോ, ശാസ്ത്രീയമായിട്ട് ഇന്നത് തെളിയിച്ചല്ലോ. ചിലപ്പോഴെങ്കിലും ഇവർ ശാസ്ത്രത്തിലേക്ക് പോകുന്നുണ്ട്, അത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ അതേ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് നമുക്കറിയാം 2 സിസ്റ്റമുണ്ട്.
ഏതാണ്ട് ഭൂരിപക്ഷ സ്കോളേഴ്സും സമ്മതിക്കുന്ന കാര്യമാണ്, രണ്ട് സിസ്റ്റമുണ്ട് മനുഷ്യനും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. ഒരു സിസ്റ്റം 1, സിസ്റ്റം 2. സിസ്റ്റം 1 ഏതാണ്ട് മൃഗത്തോട് തുല്യമാണ്. എന്നാൽ സിസ്റ്റം 2 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും മനുഷ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കും. കാരണം എന്താ? നമ്മൾ ആദ്യമേ പറഞ്ഞു, ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ സൃഷ്ടിക്കും ദൈവത്തിനും മധ്യേ ഉള്ള ലിങ്കാണ് മനുഷ്യൻ. നമുക്ക് ഒരു ലിങ്കും ഇല്ലെങ്കിൽ പിന്നെ മൃഗത്തോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ആ ഉദാഹരണം എന്ന് പറയുന്നത്, ദൈവം നമ്മളോട് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾ ഭൂമി മുഴുവൻ പെരുകാൻ വേണ്ടി പറഞ്ഞു. ഭൂമി മുഴുവൻ പെരുകിയ ഒരു ജീവിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഭൂമി മുഴുവൻ പെരുകാൻ കഴിയുന്ന ഒരൊറ്റ ജീവി നിങ്ങൾ ആലോചിക്കേ? ഇല്ല, മനുഷ്യൻ ഒഴികെ. മനുഷ്യൻ ഒഴികെ ഏതാ അമേരിക്കയിൽ പോയാലും മനുഷ്യനുണ്ട്. അമേരിക്കയിൽ പോയാൽ ചില മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കേരളത്തിൽ വന്നാലും മനുഷ്യനുണ്ട്. കേരളത്തിൽ വന്നാൽ ചില മൃഗങ്ങളെ, അവിടെ കാണുന്ന ചില മൃഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. അവർക്ക് അവരുടെ ശരീരം ഉപയോഗിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് ദൈവം മറ്റൊന്ന് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ട്രിനിറ്റേറിയൻ അഥവാ കമ്മ്യൂണിറ്റി നോളജാണ്. നിങ്ങൾ കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചാ? അല്ല, നിങ്ങളുടെ അപ്പനമ്മമാരുടെ നിന്ന് പഠിച്ച. എല്ലാവരും സ്വന്തമായിട്ട് കുക്കിംഗ് കണ്ടുപിടിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ മരിച്ചു പോകും. കാരണം ഈ തീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും നമ്മൾ വിശന്ന് ചിലപ്പോൾ മിക്കവാറും പോകും. അപ്പം നമുക്കുള്ളൊരു കമ്മ്യൂണിറ്റി നോളജ്, ട്രിനിറ്റേറിയൻ നോളജ് എന്ന് തന്നെ നമുക്കതിനെ പറയാം. അത് നമ്മളെ വ്യത്യസ്തമാക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സകല മൃഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുക്കിംഗ് ഉൾപ്പെടെയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി പറയുന്നത് പോലെ ആ സിസ്റ്റം 1 ഉള്ളത് കൊണ്ടല്ല, സിസ്റ്റം 2 ഉള്ളത് കൊണ്ടാണ് ആത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ത്രിയേകത്വം നമ്മൾ പറയുന്നതാണ്. മുക്തി സാധനത്തിൽ അദ്ദേഹം പറയുന്നത്, എസെക്കിയേലിൻ്റെ പുസ്തകം നമുക്കറിയാം 18-ാം അധ്യായം. ഇത് സാധാരണ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്യമാണ്. ഏതാ? അപ്പൻ്റെ ഇതിനും അമ്മയുടെ അല്ല മകൻ്റെ ഇതിനു വേണ്ടിയാണ് മരിക്കാനുള്ളത്. അല്ലാതെ അപ്പൻ്റെ ശിക്ഷ മകനും മകൻ്റെ ശിക്ഷ അപ്പനും വരുത്തില്ലെന്നുള്ള. എന്നാൽ 18-ന്റെ 4 ഒന്നുകൂടെ വായിച്ചു നോക്കണം. സകല ജഡവും ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സകല ശിക്ഷയും ഏറ്റുവാങ്ങാനായിട്ട് കഴിയുന്ന ആരേ ഒരാളേ ഉള്ളൂ. അതേ അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവം. പക്ഷേ ദൈവമായിട്ട് പറ്റിയല്ല, ദൈവം മനുഷ്യനായിട്ട് വരണം. അപ്പം പിന്നെ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത ചോദ്യം ക്രിസ്തു വന്നതിനെ പറ്റിയാണ്. ക്രിസ്തു വന്നതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. നമ്മൾ ആദ്യമേ പറഞ്ഞു വചനമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. ആ വചനത്തോട് കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ പുരോഗമനത്തിൻ്റെ അവസ്ഥ. വചനത്തിൽ നിന്ന് നമ്മൾ പോകുന്നതാണ് നമ്മുടെ മരണം. ഈ വചനത്തിൽ നിന്ന് പോയി മരണത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വചനമായിരുന്നവൻ തന്നെ ജഡത്തിൽ വന്ന് വീണ്ടും നമ്മളെ ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അവിടെ ചട്ടമ്പി സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്നത് നിത്യനരകമല്ലേ, ക്രിസ്തു നിത്യനരകത്തിൽ വസിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിന് എങ്ങനെയാണ് എല്ലാ മനുഷ്യൻ്റെയും നിത്യമായ നരകം, അല്ല അനന്തമായ നരകം, അവസാനമില്ലാത്തതായ നരകം ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞു സിസ്റ്റം 1-ഉം സിസ്റ്റം 2-ഉം മൃഗത്തിൻ്റെ കാര്യം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. മൃഗം, ഇപ്പം നമ്മൾ മൃഗത്തെ കൊല്ലാൻ വേണ്ടി പോകുന്നു. മൃഗമെല്ലാം അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു അസോസിയേറ്റ് ചെയ്താണെന്ന് അതിനെ ചിന്തിക്കുന്നത്. അതായത് 10 പ്രാവശ്യം തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ 11-ാമത്തെ പ്രാവശ്യം തല്ലുമ്പോൾ അത് ആ തല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. പക്ഷെ മൃഗത്തിന് ഒരിക്കലും ഭൂതം, ഭാവി, വർത്തമാനം ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അതായത് നമ്മുടെ കഷ്ടത ഏറ്റവും ഗൗരവമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭാവിയെപ്പറ്റി ചിന്തിക്കും. ഞാൻ ഇനി അടുത്ത 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ വേദന കൂട്ടും. ഭൂതത്തിൽ ഞാൻ കഴിഞ്ഞ കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ വേദനയുടെ ആഴം കൂട്ടും. ഭൂതം, ഭാവി, വർത്തമാനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മുടെ വേദന കൂടുന്നത്, അല്ലേ? മൃഗത്തിന് ആ വേദന ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ കൊല്ലുന്ന അതിന് വേദനയുള്ളൂ. അതിനെ ഭാവിയെപ്പറ്റി ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ വേദനയ്ക്ക് ഗുരുതരമായ ഒരു പ്രശ്നം ഇല്ല യഥാർത്ഥത്തിൽ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയൊന്ന് ചിന്തിക്കുക. നമുക്ക് ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നിത്യമായി
ഈ വേദന ചിന്തിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു എല്ലാ നരകങ്ങളോടും ഒരുമിച്ച് വെച്ചാൽ പോലും ആ നരകത്തിൽ നിന്നെല്ലാം അതിനെയെല്ലാം കവിഞ്ഞുള്ള വേദനയാണ് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരന്മാരെ, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ലോകസ്ഥാപനം മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാട്. നിത്യത മുഴുവൻ നമുക്ക് നമ്മുടെ ഭാവിയെപ്പറ്റി, നമുക്ക് ഭാവിയിൽ ആ വേദന ഉണ്ടാവുമെങ്കിൽ നിത്യതയിൽ തന്നെ ഈ വേദന ചുമന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യൻ്റെയും എല്ലാ പാപവും എല്ലാ നരകവും ഒരുമിച്ച് വെച്ചാൽ പോലും അതിന് പകരം ആകുകയില്ല. കാരണം അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ജഡദേഹരൂപമായി വസിച്ചത്. പിശാചൊക്കെ സ്വർഗത്തിലായിരുന്നപ്പോൾ തെറ്റിപ്പോയി. അങ്ങനെയാകുമ്പോൾ നിങ്ങളിനി സ്വർഗത്തിൽ പോകുമ്പോൾ തെറ്റിപ്പോവുകയില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പം നിങ്ങളുടെ മുക്തിക്ക്, നിങ്ങളുടെ മോക്ഷത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നം എന്താ? മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം അജീഷ് ബ്രദർ വിളിക്കുന്നു. അജീഷ് ബ്രദറിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഞാൻ പറയാം, അജീഷ് ബ്രദറിനെ കൊണ്ട് അതൊരിക്കലും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം എന്താ? ഓരോ മനുഷ്യനും അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് അവൻ ചെയ്യുന്നതും തെറ്റ് ചെയ്യുന്നതും നന്മ ചെയ്യുന്നതും. ചില മനുഷ്യരെ പറ്റി നമ്മൾ പറയും, ഇല്ല അവൻ ഒരിക്കലും, എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്ന, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ പ്രവൃത്തിയെ നയിക്കുന്നത്, അല്ലേ? നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പറ്റി എന്താണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരും. ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിലേക്കും പകരുകയാണ്. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം പകർന്ന് നമുക്ക് പിന്നെ പാപം ചെയ്യാനായിട്ട് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. കാരണം നമ്മുടെ സ്വഭാവം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായിട്ട് അവൻ്റെ സ്വഭാവത്തിന് തുല്യമാക്കി, അത് അനുരൂപമാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്നും അവൻ്റെ കൈകളിൽ ഭദ്രമാണ്. ചട്ടമ്പിസ്വാമി അവസാനമായിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ സ്വർഗത്തിൽ, വെളിപ്പാട് പുസ്തകം 21-22, നിങ്ങളുടെ സ്വർഗഭൂമിയിൽ, നിങ്ങളുടെ മുക്തിയിൽ സ്വർഗവും ഭൂമിയും പ്രകൃതിയുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നശിക്കാതിരിക്കുന്നത്? ചട്ടമ്പിസ്വാമികളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറി അംഗീകരിച്ച് നടക്കുന്നവരെ, ഞങ്ങളുടെ കർത്താവ് ആത്മാവിൻ്റെ മാത്രം രക്ഷകനല്ല, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷകനാണ്. അവൻ സ്വർഗവും ഭൂമിയും ഇതാ പുതുതായി തീർന്നിരിക്കുകയാണ്. അവിടെ സർവത്തെയും അവൻ മാറ്റിയിരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു രക്ഷയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ഹൈന്ദവ വിശ്വാസം യഥാർത്ഥത്തിൽ മറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ക്രൈസ്തവ വിശ്വാസം മാത്രമാണ് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് നല്ലതായിട്ട് ജീവിക്കുവാനും വരുവാനുള്ള ലോകത്തിലേക്ക് നമുക്ക് രക്ഷപ്പെടുവാനുമായിട്ടുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ വീഡിയോ, ഈ പ്രോഗ്രാമിൽ മാത്രമല്ല, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ഹൈന്ദവ സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ള ഏക കാര്യമേ ഉള്ളൂ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ ഏക നാമമേ ഉള്ളൂ രക്ഷിക്കപ്പെടുവാൻ. അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്കും പരിവർത്തനം, നിങ്ങൾക്കും അനന്തമായ രക്ഷ ദൈവം പ്രദാനം ചെയ്യും. അത് സ്വീകരിക്കുക. എല്ലാം അനന്തമല്ല, അനന്തമായവൻ ഒരുവൻ മാത്രം ദൈവം. ആ ദൈവത്തിൽ മാത്രം നമ്മുടെ ആശ്രയം. നമ്മളെല്ലാവരും ആശ്രിതരാണ്, ദൈവ ആശ്രിതരാണ്. ദൈവത്തിലല്ലാതെ നമുക്കൊരു അസ്തിത്വമില്ല. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ മഹത്വത്തിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.